ഹായ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിയാണ്. അതിനായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ചതച്ചെടുക്കുക. Get your shoes on, we're going dancing. These little problems we പിന്നെ could നമുക്ക് solve. ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് വേണം. പിന്നെ 3 സവാള ചെറുതായി അരിഞ്ഞത്, തക്കാളി, മല്ലിയില, കറിവേപ്പില എന്നിവ എടുക്കുക. ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ഒരു 3 സവാള ചെറുതായി അരിഞ്ഞതും, തക്കാളി, മല്ലിയില, കറിവേപ്പില, ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരൽപ്പം ബിരിയാണി മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര്, ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ കുഴയ്ക്കുക. Feels like time is making fun of me, taking away at the walls and I can barely breathe. This might be my only അതിലേക്ക് നമ്മൾ chance നേരത്തെ to ചതച്ച് വെച്ച leave. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. Let's not miss this opportunity. We feel crazy. പിന്നീട് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നല്ലതുപോലെ കുഴയ്ക്കുക. Till then I'm doing everything I can to make it home for Christmas. നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 100 ml വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് നെയ്യും ചേർത്ത് നല്ലതുപോലെ ചൂടാക്കുക. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരുക. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നേരത്തെ ചെറുതായി കനം കുറച്ചരിഞ്ഞ സവാള ഒന്ന് മൊരിയിച്ചെടുക്കുക. If we tried it, we can make it. But don't we ever? നമ്മൾ നേരത്തെ റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനിലേക്ക് ഒരു അല്പം നെയ്യ് ചേർക്കുക. പിന്നെ നമ്മൾ മൊരിയിച്ചെടുത്ത സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് ചിക്കനിലേക്ക് ചേർത്ത് നല്ലതുപോലെ കുഴച്ച് യോജിപ്പിക്കുക. അരി വേവിക്കുന്നതിനായി നമ്മൾ നേരത്തെ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ, ബേരി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്
ഇതിലേക്ക് കുറച്ച് Feels like time is making fun of me. നല്ലപോലെ വഴറ്റുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ കഴുകി മാറ്റിവെച്ച അരി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച ചിക്കനിലേക്ക് ചോറ് ഒരു ലെയർ ചേർക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സവാള പൊരിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തതും പിന്നെ മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് നെയ്യും ചേർത്ത് അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അരമണിക്കൂർ ലോ ഫ്ലെയിമിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.